ഹലോ ഗായ്സ്, അപ്പം രാത്രി എത്ര മണിയായിണ്ടാവും? രാത്രി ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മിഥുവിൻ്റെ ഫ്രണ്ട്സായിട്ട് ദുബായി പോയതാണ്. ഇന്നലെ രാത്രി പോയതാ. അപ്പം ഇന്ന് ഇത്ര സമയമായിട്ട് വന്നിട്ടില്ല. അപ്പം മിച്ചു ഏകദേശം ഇറിറ്റേറ്റഡ് ആണ്. അപ്പം ഇന്ന് എന്തായാലും പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതായിരുന്നു മിച്ചുവിനെ. കൈ പിടിച്ചേ, ഇങ്ങോട്ട് നടന്ന്. അപ്പം ആള് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എനിക്കാണെങ്കിൽ ഇന്ന് സാലറി വരും ചെയ്തു. സാലറി വന്നാൽ മിച്ചുവിനൊരു ടോയ് മസ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കും. ടോയ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെറീന മോളിലേക്ക് പോവാണ്. ഞാൻ ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ ടാക്സി ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ നടക്കുകയാണ്. ഒരു ടാക്സി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. കിട്ടുകയാണെങ്കിൽ ടാക്സി കയറി പോകും. അത്യാവശ്യം നടന്ന് നോക്ക്, ഫുള്ള് വേർത്തിട്ടുണ്ട്. പക്ഷെ ഒരു ടാക്സിയും കിട്ടുന്നില്ല. മിച്ചും പാവം എന്താ ടയേർഡായി. പക്ഷെ ഞങ്ങൾ എന്തായാലും പോകും അല്ല മിഹാൻ? അല്ലേ, വിൽ ഗോ റൈഡ്, വിൽ ഫൈൻഡ് എ ടാക്സി ആൻഡ് വിൽ ഗോ. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ടാക്സി കിട്ടി. ഇവിടെ ടാക്സിയിൽ ഈ രാത്രി പോവാനോ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വേൾഡിൽ തന്നെ ഏറ്റവും നല്ല സ്ഥലമായിട്ടാണ്, സേഫസ്റ്റ് പ്ലേസാണ് അബുദാബി. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ എൻ്റെ എല്ലാ വ്ളോഗിലും കാണുന്നതാണ്, മെറീന മോൾ, എൻ്റെ തറവാട്. അയ്യോ ഹാപ്പി. ഇവിടെ ട്രാഫിക് വഴി എന്താ പറയുക, സീബ്ര ക്രോസിംഗ് വഴി പോണ സമയത്ത് വണ്ടി നിർത്തി കൊടുക്കണം എന്നാണ്, അല്ലെങ്കിൽ ഭയങ്കര ഫൈനാണ്. ഇയാൾ മുന്നോട്ട് എടുത്തിട്ടുണ്ട്, മിക്കവാറൊക്കെ ഫൈന് കിട്ടിയിട്ടുണ്ടാവും. മിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കണ്ടപ്പോൾ തന്നെ കേട്ടോ. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ ചെസ്സിൻ്റെ എന്തോ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കളിക്കാം. കുറേ സ്ഥലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുറേ പേര് വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുമുണ്ട്, ഫോണൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മിച്ചു ഭയങ്കര എക്സൈറ്റഡാ. മിച്ചുവിന് അറിയാം എൻ്റെ കൂടെ വന്നാലാണ് എന്തെങ്കിലും കിട്ടുക എന്നുള്ളത്. മിഥുവിൻ്റെ കൂടെ പോയാലും മിക്കവാറും ഞാൻ എപ്പോഴും പറയും, ആദ്യം അവന് ടോയ് വാങ്ങിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ. അത് എങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല. എന്നിട്ട് ഫുള്ള് കരച്ചിലും ബഹളവും ചീത്ത കേൾക്കലും ഒക്കെ ഉണ്ടാവുക. അപ്പം എൻ്റെ കൂടെ വരികയാണെങ്കിൽ അവനിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ ഇത് സ്ഥിരമല്ലാന്നും എപ്പം വാങ്ങിത്തരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു, അപ്പം വാങ്ങി കിട്ടുമെന്നുള്ളത് അവനറിയാം. വാങ്ങിത്തരൂല, സാലറി ഇല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. ഈ വാങ്ങിത്തരാ പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവസാനം വാങ്ങി കൊടുക്കുമ്പോഴാണ് ഈ കരച്ചിലും വിളിച്ചിലും പ്രശ്നങ്ങളും വരുന്നത്. ബേസിക്കലി ഫസ്റ്റ് അവിടെയല്ല, ഫസ്റ്റ് അപ്പാപ്പ പിസ്സ. അപ്പൊ ടോയ് വേണ്ട, എല്ലാം വാങ്ങി തരാൻ പറ്റൂല. ഫസ്റ്റ് പിസ്സ വാങ്ങി തരുമോന്ന് ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവനെല്ലാം വേണം, ആക്രാന്തം. ഫസ്റ്റ് പിസ്സ, അതിന് ശേഷം ഇവിടെ പ്ലേ സ്റ്റേഷൻ, അതിന് ശേഷം ടോയ്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഇവിടെ പ്ലേ സ്റ്റേഷനിൽ കളിക്കാൻ കൊണ്ടുപോകും, ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് പോകും. ഫ്രീ വൈഫൈ കിട്ടും. അപ്പം ഞാൻ വേഗം ഒന്ന് ഫ്രീ വൈഫൈ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാകും. കാരണം 25 മിനിറ്റ്സ് വെയിറ്റിംഗ് ആവും. ഇത് പറയുന്നൊക്കെ കേൾക്കുമോയെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ എപ്പം വന്നാലും ഇരിക്കുന്ന ഒരു സീറ്റാണ്. എപ്പം വന്നാലും എനിക്ക് ഇവിടെ ഇരുന്നാൽ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തീരെ പേടിയോ അല്ലെങ്കിൽ ഭയങ്കര സേഫസ്റ്റ് കൺട്രിയാണ് എന്നാണ് പറയുന്നത്. സേഫസ്റ്റ് സിറ്റിയാണ് അബുദാബി, പ്രത്യേകിച്ച് അബുദാബി. പിന്നെ ഞങ്ങളുള്ളതാണെങ്കിലും അത്യാവശ്യം ടൗണിൻ്റെ തണുപ്പിൽ തന്നെ. അതുകൊണ്ട് എനിക്കൊരു പേടിയും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ മിഥു ആണെങ്കിലും ഇന്നലെ പോയതിനെ കൊണ്ട് തന്നെ ഇന്നും
പ്രത്യേകിച്ചൊന്നും യൂഷ്വലി ഞങ്ങൾ എല്ലാ സാറ്റർഡേസും ആണ് ഗ്രോസറി ഷോപ്പിങ്ങും ഫിഷ് മാർക്കറ്റിൽ പോവുക, വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ പോവുക. അപ്പോൾ കറക്റ്റ് 1 വീക്കിലേക്കാണ് വാങ്ങാം. അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നിട്ടുമുണ്ട്. ഇത് പെട്ടെന്ന് പോയതാണ് ഇന്നലെ രാത്രി. അപ്പോൾ ഇന്നും മൊത്തത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ, പിന്നെ നമുക്ക് വീട്ടിലൊരാളില്ലാണ്ട് നിൽക്കുമ്പോൾ ഒരു മാതിരത്തെ ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പം മിച്ചുവിനാണെങ്കിലും ഞാനും ഇങ്ങനെ രാവിലെ എണീറ്റ് ഒരു മട്ടിലായിരുന്നു. അപ്പം അതുകൊണ്ട് മിച്ചുവിനെ കൂട്ടിയിട്ട് വന്നതാണ്. എനിക്ക് സാലറി കിട്ടിയ ആ ഒരു ഫസ്റ്റ് ഡേ മിച്ചുവിനും മിഥുവിനും ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങും. അത് എല്ലാ വീഡിയോയിലും പറയലുണ്ട്. എൻ്റെ ക്ഷമ ഏകദേശം തീർന്നിട്ടുണ്ട്. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആയിട്ടില്ല. വി ആർ വെയിറ്റിംഗ്. ഇതിങ്ങനെ വൈബ്രേറ്റ് അല്ല, നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇതിൽ എന്താണ് ഫുഡ് ആയാലും ഇത് വൈബ്രേറ്റ് ചെയ്യും പോവുക. നമ്മളെയൊക്കെ എനിക്ക് ഫോക്കസ് മോളിലൊക്കെ ഉണ്ട്. നമ്മളെ കോഴിക്കോട് ഫോക്കസ് മോളല്ല, എന്താണ് ഹൈലൈറ്റ് മോൾ, ലുലു മോൾ ഓപ്പൺ ആയോ ആവോ? പിസ്സ ടു ഹോട്ട്. ഓക്കെ, pizza. Let's take pizza. I'll get it. Don't touch me. It's too hot. Yucky. Too hot. Eat. It's too hot. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും കൊണ്ടേ കൊടുത്തോക്കട്ടെ കേട്ടോ. ഇനി അടുത്ത അഭ്യാസം ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. ഇത് 1 hour ഉണ്ട്, 20 minutesൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഞാനെടുത്തത് വെറും 20 minutesലേക്കാണ്. കാരണം ഇത് പകുതി എത്തുമ്പോഴേക്ക് മിച്ചു മടുത്തിട്ട് പോവാ എന്ന് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ വന്നിട്ട് മിച്ചുവിനെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറയും. പിന്നെ ഇവർക്ക് സോക്സ് മസ്റ്റാണ്, അതിന് എക്സ്ട്രാ പേയും ചെയ്യണം കേട്ടോ. അതിന് എക്സ്ട്രാ പേ ചെയ്ത് എനിക്ക് 5 dirhams തോന്നുന്നു ഈ ഒരു സോക്സിന്. പിന്നെ ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻസ് അവനെ പിന്നെ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ. അപ്പം എല്ലാവരുടെയും സോക്സും കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം കുറേ പേര് സോക്സ് ഇല്ലാണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ഇവിടെ തന്നെ സോക്സ് ഇടണമെന്നാണ്, സോക്സ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സോക്സ് ആണെങ്കിൽ ഇട്ടാൽ മതി. മിച്ചു ഒന്ന് സോക്സ് ഇടാണ്ടാണ് വന്നത്. കാരണം മിച്ചുവിൻ്റെ ഷൂ ഒന്ന് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അവന് ടൈറ്റ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഉള്ളിലേക്ക് പോകട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പുറത്ത് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം പുറത്തിരിക്കുക. എനിക്ക് ഈ വീഡിയോസൊക്കെ എങ്ങനെയോ സ്ലോ മോഷനായി പോയതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് സ്ലോ മോഷനിലാണ് ഞാൻ വീഡിയോ എടുത്തതെന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് വീഡിയോസിൻ്റെ ഒക്കെ ഫൂട്ടേജ് നോക്കുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അവൻ എന്തായാലും എൻജോയ് ചെയ്ത്. അപ്പോൾ മിഥുവിനെ മിസ്സാവുന്നതെന്ന് പറഞ്ഞിട്ട് എന്നോടൊന്ന് വിളിച്ചു തരുമോയെന്ന് ചോദിച്ചു മിഥുനെ. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ ആള് ഫോൺ എടുത്തിട്ടില്ല. അപ്പം അവര് ചെറിയൊരു ഇളിച്ചിലൊക്കെ ആയിരുന്നു മുകളിലേക്ക് പോയേ. കാരണം ഇവിടെ വരുമ്പം മിഥു ഉണ്ടാവലുണ്ട് കൂടെ എപ്പോഴും. അപ്പം പിസ്സ കഴിക്കുന്ന സമയത്ത് അച്ഛനെ മിസ്സാവുന്നതെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. എന്തായാലും പോയിട്ടുണ്ട് മുകളിൽ കളിക്കാൻ വേണ്ടിയിട്ട്. നല്ല കളിയാണ്. അതിൻ്റെ ഇടയിൽ പറഞ്ഞ് ആരോ ഒന്ന് മിച്ചുവിന് തലയ്ക്ക് ഇങ്ങനെ താക്കിയെന്നത്. അപ്പം എന്നോട് പറഞ്ഞ് അടുത്ത് കൂടി പോയപ്പോൾ ആരോ ഒന്ന് തലയ്ക്ക് ഇങ്ങനെ തട്ടിയെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സാരമില്ല, അപ്പോൾ കളിച്ചോ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല തിരക്കുമുണ്ട്, നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും കളിച്ചു അവിടെ ഇരുന്നിട്ട് അരമണിക്കൂറിൻ്റെ അടുത്ത് 20 minutes ഉണ്ട്. 20 minutes കഴിഞ്ഞിട്ട് ഒന്ന് വീട്ടിൽ പോവാൻ വിചാരിക്കാം. പിന്നെ ടോയ് പറയില്ല എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ. പക്ഷേ ടോയ് പറയാനുള്ള ചാൻസ് ഉണ്ട്. വീക്കെൻഡ് ആയിട്ടാണ് തോന്നുന്നു. നല്ല റഷ് ഉണ്ട് ഇവിടെ. എല്ലാ കൗണ്ടേഴ്സിലും എല്ലാ സ്റ്റോൾസിലും അത്യാവശ്യത്തിനും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ബഹളമാണ്. ഇപ്പം ഈ ഒരു പ്ലേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ കുറേ പിള്ളേരെ കാണുന്നുണ്ട്. യൂഷ്വലി അത്ര ഉണ്ടാവാറില്ല.
ഞാനൊരു 5 മിനിറ്റ് 5 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. കാരണം നല്ല ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ടാക്സി കിട്ടാനും പൊതുവേ പാടാണ്. അതിൻ്റെ ഇടയിൽ മിച്ചുവിന് ഇനി ടോയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 സാധനം നോക്കാനുണ്ട്. അതുകൊണ്ട് കാർഫോറിലേക്ക് പോവാണ് ഞങ്ങൾ താഴെ. How many cars you have? നോക്കട്ടെ എത്രയാ ഈ കാറ് വാങ്ങണേ? നോക്കട്ടെ. ഒരു വണ്ടിക്ക് കാർ ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു മഞ്ഞ കാർ ഞാൻ എങ്ങനെയൊക്കെയോ എടുപ്പിച്ച് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ ഗ്ലാസ് പിന്നെ അത് പ്ലേറ്റ് കാണുമ്പോൾ ഭയങ്കര ടെൻഡൻസി ഇങ്ങനെ വാങ്ങി വെക്കുന്ന ഒരു വീടൊക്കെ എടുക്കുമ്പം നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങാൻ പല പ്രാവശ്യം പോയെങ്കിലും ഇത് പറയും ഇപ്പം വേണ്ട, വീട് എടുക്കുകയാണെങ്കിൽ മാത്രം വാങ്ങുള്ളൂ എന്ന് പറയും. മിച്ചുവിൻ്റെ ഒരു വിളവ് നോക്കണം. അതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് കിൻഡർ ജോയും കൂടി ഒപ്പിച്ചിട്ട് ബില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ എടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഞങ്ങളിവിടെ എല്ലാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 to 20 minutes ആയി. ഒരു ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളും ഇവിടെ നിർത്തുന്നില്ല. മിച്ചുവിനെ വെച്ച് അത്യാവശ്യം പാടുപെട്ട് ഇട്ട് പോട്ടെ. എന്തായാലും കുറച്ച് ലേറ്റ് ആയിന്. വീട്ടിലേക്ക് പോവാണ്. അങ്ങനെയാ വെക്കുക. It's not stinky. Yes, stinky. How was your day? Nice and smelly. You enjoyed? Yes, smells so smelly. It's not smelly, it's new socks. Yes, smell it. Smell it. Achha, Mama, show ഈ കാറോ വീഡിയോ കോൾ ചെയ്യാനോ? ലേറ്റ് ആയിണ്ട്. ഒരു ഉറങ്ങിണ്ടാവും മിച്ചു. ഞാൻ വിളിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങളുടെ മന്ത്ലി ഫസ്റ്റത്തെ മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള മിച്ചുന്റെ ട്രീറ്റ് കഴിഞ്ഞേ. മിച്ചുവിന് പിസ്സ വാങ്ങിച്ചു കൊടുത്ത്. മിച്ചു പ്ലേ ചെയ്യാൻ പോയി. മിച്ചുക്ക് ടോയ് വാങ്ങി, കിൻഡർ ജോയ് വാങ്ങി. ആൻഡ് മിച്ചു is happy. അങ്ങനത്തെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ഈ മാസം എന്താണത് അമ്മാണ്ട് അത് വലിക്കണ്ട കേട്ടോ. ചുണ്ടിൻ്റെ അതാണ്, സ്കിന്നാണ്. അത് വലിക്കരുത്, മുറിഞ്ഞു പോവും. എനിക്ക് ഈ മന്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ട്. മീൻസ് ഈ മാസം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യാം ഒരാൾക്ക് എന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് മിറർ നോക്കിയിരിക്കാം. അപ്പം എനിക്ക് ഈ മാസം കുറച്ച് എന്താ പറയുക, ചേച്ചി പോയല്ലോ. അപ്പം ചേച്ചീൻ്റെ പേയ്മെൻറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് ഈ മാസം എനിക്ക് സ്പെൻഡ് ചെയ്യാവുന്ന എമൗണ്ട് കുറവായിരിക്കും. പക്ഷെ എനിക്ക് അർജൻറ്റായിട്ട് എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ബാറ്ററി വാങ്ങാനുണ്ട്. അപ്പം അങ്ങനത്തെ 1-2 സാധനം എൻ്റെ പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പം ബഡ്ജറ്റ് കുറവാണ്, പക്ഷെ എന്നാലും ഞാൻ വാങ്ങിക്കും. ഈ മാസം എന്തായാലും അത് വാങ്ങണം. അത് ആമസോണിൽ ഇന്ന് പോയി നോക്കിയപ്പം ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഷെറഫ് ഡിജയിലൊക്കെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് കാണുന്ന ആമസോണിനെ വെച്ച് നോക്കുമ്പം. എന്തെങ്കിലും ക്വാളിറ്റീൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്കിപ്പോൾ ട്രൈപോഡാണ് ഭയങ്കര അടിപൊളി ക്വാളിറ്റി വേണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആമസോണിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പോർട്ടബിൾ വയർലെസ് ഒരു ചാർജറും വാങ്ങണം. അങ്ങനത്തെ 1-2 സാധനം അതേ ഉള്ളൂ ഈ മാസത്തെ ബഡ്ജറ്റ്. അപ്പം അതിൽ എനിക്ക് വാങ്ങാം, മീൻസ് എൻ്റെ പണിയായുധങ്ങൾ വാങ്ങണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മാസത്തെ ഷോപ്പിംഗ് അല്ല കേട്ടോ, മിച്ചുവിന് സ്പെൻഡ് ചെയ്യേണ്ടത്
മീൻസ് ഇനീഷ്യലി പുറത്ത് കൊണ്ടുപോകേണ്ടത്. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ മന്ത് കൊണ്ടുപോകാം മിച്ചുവിനെ. അതേപോലെ തന്നെ മിച്ചുക്ക് ഇന്ന് വാങ്ങിച്ച ടോയ് ആകെ ഭയങ്കര റേറ്റ് കുറഞ്ഞൊരു സാധാ സാധനം. അവന് പെട്ടെന്ന് കാറ് കണ്ടപ്പോൾ ഇഷ്ടം കൊണ്ട് എടുത്ത പാട്ട് തരാം. ടു ബൈ ആക്കിയ കാർ, ഈ സെയിം സാധനം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാർ അല്ലേ? പിന്നെ കിൻഡർ ജോയ്. അപ്പം അത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വേറെ പിന്നെ കാണാം. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ ബുക്കിൻ്റെ കാര്യം ഞാൻ ഒരു വലിയൊരു വീഡിയോ ആയിട്ട് കാത്തിക്കാണ്. കാരണം എൻ്റെ ബുക്ക് എൻ്റെ സ്റ്റോക്ക് തീർന്നു. അപ്പം എനിക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള സാധനമില്ല. അപ്പം വന്നിട്ട് ഞാൻ ബുക്ക് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം തന്നെ സമയമില്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ.